ഏറ്റുമാനൂർ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നു. നിർമ്മാണം മുടങ്ങിയതോടെ മാലിന്യം തള്ളുന്ന ഇടമായി മാറിയിരിക്കുകയാണ് പദ്ധതി പ്രദേശം. ജനോപകാരപ്രദമായ രീതിയിൽ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിനോടും നഗരസഭാ കാര്യാലയത്തോടും ചേർന്ന് കിടക്കുന്ന 60 സെന്റ് സ്ഥലത്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ UDF സമിതിയുടെ കാലത്താണ് പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. 6 വർഷമായി ഒരു ജോലിയും നടക്കാതെ വന്നതോടെ മാലിന്യം തള്ളുന്ന ഇടമായി മാറിയിരിക്കുകയാണ് പദ്ധതി പ്രദേശം. ഇതോടെ നഗരത്തിലെത്തുന്നവർക്കും ഇത് വലിയ ദുരിതമായിരിക്കുകയാണ്. ഈ പദ്ധതി പണി തുടങ്ങി 2 പില്ലറ് ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയാതെ വാർത്തു. ഉടനടി ഇമ്മീഡിയറ്റ് ആയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഇത് പണിയാൻ പാടില്ല, എന്റെ അനുവാദമില്ലാതെ പണിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പണിയും നടന്നിട്ടില്ല. ഇത് പൊതുജനങ്ങൾക്കും ഇവിടുത്തെ വ്യാപാരികള് മത്സ്യ മാർക്കറ്റിൽ വരുന്നവർക്ക് എല്ലാം വിഘാതമായിരിക്കുന്ന ഈ സ്ഥലം ഇപ്പൊ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ടെൻഡർ വിളിക്കാതെ പദ്ധതി സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതടക്കം വലിയ അഴിമതി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇത്തവണ ബജറ്റിൽ നിന്നും പദ്ധതിയെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. അതിന്റെ ഏജൻസിയുമായിട്ട് സംസാരിച്ച് അത് കൗൺസിലിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ തീരുമാനം തുടർന്ന് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളത് കൗൺസിലിൽ ഒരു തീരുമാനം ആക്കിയിട്ട് ശേഷം മാത്രമേ അത് തുടങ്ങാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകണം. സമീപത്തുള്ള ഒരു കുളം അടുത്തിടെ നവീകരിച്ചിരുന്നു. മാലിന്യം തള്ളുന്നത് പതിവായതോടെ ഈ കുളത്തിനും ഭീഷണിയായിരിക്കുകയാണ്. യാത്രക്കാർക്കും പ്രദേശത്തുള്ളവർക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ പുതിയ പദ്ധതി പ്രദേശത്ത് ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ദീർഘവീക്ഷണമില്ലാതെ ഒരു പദ്ധതി നടപ്പാക്കിയതിന്റെ അനന്തരഫലമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. മാലിന്യം തള്ളാനുള്ള പദ്ധതിയായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതാണ് അവരുടെ സംശയവും. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. ജനങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് ആ പ്രോജക്റ്റ് വേണം എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാ കൗൺസിലർമാർക്കുള്ളത്. പക്ഷേ അതിന് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം അതാണ് ഡ്രോപ്പ് ചെയ്തേക്കുന്നത്. 24-25 ബഡ്ജറ്റിനകത്ത് അതിനകത്ത് തുക വകയിരുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ഡ്രോപ്പ് ചെയ്ത രീതിയിലാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും നിൽക്കുന്നത്. സ്വാമിമാർ ഇവിടെ ഇഷ്ടംപോലെ വരുന്ന സെന്ററാണ്. സ്വാമിമാരെ, സ്കൂൾ കുട്ടികളെ, അല്ലാത്തവരെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് ഇതിലെ കയറിപ്പോവുകയും ബസ്സുകാർക്ക് ഇതിലെ കയറി ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മാലിന്യമായിട്ട് ഇവിടെ ചുമ്മാ അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഈ പ്ലേസ് ചുമ്മാ യൂസ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. ഈ മാലിന്യം മുഴുവൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ബിസിനസ്സുകാർക്കും ഉണ്ട്, നാട്ടുകാർക്കും ഉണ്ട്. അതുകൂടാതെ ഈ മഴക്കാലത്ത് ഈ മാലിന്യം മുഴുവൻ ഒഴുകി ചെല്ലുന്ന ചിറക്കുളത്തിലേക്കാണ്. അതുകൂടാതെ ചിറക്കുളത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കക്കൂസ് കഴിക്കുന്നത്. അതിന്റെ മാലിന്യങ്ങൾ മുഴുവൻ ചിറക്കുളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.